ധ്വജാരോഹണ ചടങ്ങ് വിപുലമായ രീതിയിൽ ആഘോഷമാക്കുകയാണ് അയോധ്യ. രാമനഗരിയിലെത്തുന്ന ഓരോ ഭക്തനെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടി ഒരുക്കിയിട്ടുണ്ട് ഒരു കലാകാരൻ. രാമക്ഷേത്രത്തിന്റെയും അതിനു മുകളിലായി പാറിപ്പറക്കുന്ന ഭഗവത് ധ്വജത്തിന്റെയും മാതൃക മണ്ണിൽ തീർത്ത ഈ കലാകാരനെ ഒന്ന് കണ്ടുവരാം. പുഷ്പങ്ങളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ശ്രീരാമക്ഷേത്രം. ക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള ശിഖരത്തിന് മുകളിലായി പാറിപ്പറക്കുന്ന ത്രികോണാകൃതിയിലുള്ള ഭഗവത് ധ്വജം. പതാകയ്ക്ക് നടുവിലായി ഓം എന്ന ചിഹ്നം. ധ്വജാരോഹണ ചടങ്ങിനായി അയോധ്യയിലെത്തിയ ഓരോ ഭക്തരെയും അതിശയിപ്പിക്കുന്നതാണ് ഈ കാഴ്ച. ശ്രീരാമ ഭക്തരുടെ മനം കവരുന്ന ഈ ശില്പം രൂപേഷ് സിംഗ് എന്ന കലാകാരൻ ആണ് മണ്ണിലൊരുക്കിയത്. आने वाले देशभक्तों को, सनातन भक्तों को, राम भक्तों को, जैसे गिलहरी भगवान राम के कार्यों में सेवा समर्पण कर रही थी, उसी गिलहरी के रूप में मैं भी कलाकार अपना सेवा समर्पण देने के लिए भगवान राम की नगरी में, राम की पैड़ी पे उपस्थित हूँ. भगवान राम के ध्वजारोहण में, धर्म ध्वज का ध्वजारोहण में हमारे आदरणीय प्रधानमंत्री जी और हमारे सरसंघचालक मोहन भागवत जी का आगमन हो रहा है. उनकी जीवंत रेत कलाकृति के साथ साथ धर्म ध्वज को चित्रित करते हुए भगवान रामलला का मंदिर को सभी को एक श्रृंखलाबद्ध तरीके से रेत पर उकेर कर और उन्हें बधाई तथा देशवासियों को अपने धर्म के प्रति, आस्था के प्रति जगाने और आस्था में गति देने, बल देने का काम किया हूँ. ഭഗവത് ധ്വജത്തോടൊപ്പം പ്രധാനമന്ത്രിയുടെയും സർസംഘചാലകിന്റെയും മുഖങ്ങളും ശില്പത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇരുവരെയും ശില്പത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചതിന്റെ സന്തോഷവും രൂപേഷ് സിംഗ് പങ്കുവച്ചു. 2024 ജനുവരിയിലാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ഇപ്പോൾ മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് കൂടിയാണ് ഭാരതം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.